പ്ലീസ് കെഡ്മി മദർ യൂണോസിന്റെ ശക്തമേറിയ എനർജിയിൽ ചോദിക്കുന്നു, നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം സാധിക്കുമോ എന്ന് നോക്കാം. ഓക്കെ, ഇതിലൊരു കാർഡ് സെലക്ട് ചെയ്യുക. അതിന് പ്രപഞ്ചശക്തി എന്താണ് നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് എന്നത് കൂടി നോക്കാം. ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നിങ്ങൾ കാർഡ് സെലക്ട് ചെയ്യുക. ഓക്കെ, ഒരു കാർഡ് സെലക്ട് ചെയ്യുക. പ്രപഞ്ചശക്തി നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം സാധിക്കുമോ? എന്ത് മെസ്സേജാണ് പ്രപഞ്ചശക്തിയിൽ നിന്നും എൻ്റെ വ്യൂസിന് ആ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട്, നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യവുമായി ബന്ധപ്പെട്ട് എന്ത് മെസ്സേജാണ് നൽകുന്നതെന്ന് കൂടി നോക്കാം. ഓക്കെ, ഫസ്റ്റ് സെക്കൻഡ് നിങ്ങളൊരു കാർഡ് സെലക്ട് ചെയ്യുക. ഓക്കെ, സെലക്ട് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്തവർക്ക് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം സാധിക്കുമോ? തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം സാധിക്കും. നിങ്ങൾ എനർജിയോടുകൂടി മുന്നോട്ട് പോകുക. നിങ്ങൾക്ക് വിജയം നിശ്ചയമാണ്. സ്ട്രഗിളുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകും, പക്ഷേ അതിനെയെല്ലാം നിങ്ങൾ ഇഗ്നോർ ചെയ്ത് മുന്നോട്ട് പോകുക എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഓക്കെ, എന്ത് മെസ്സേജാണ് തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പുതിയ ഒരു ഡയറക്ഷനിലേക്ക്, നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നിന്നും ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട്, ഇപ്പോൾ സ്ട്രഗിൾ പിടിച്ച് ആ ഒരു വഴിയിലൂടെ പോകുന്നതിന് പകരം നിങ്ങളുടെ റൂട്ട് മറ്റൊരു ദിശയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ലക്ഷ്യത്തിൽ എത്തിച്ചേരും. ഓക്കെ, രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം 100-ൽ 110% സാധിക്കുമെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ശുക്രൻ്റെ അനുഗ്രഹങ്ങളും നിങ്ങളോടൊപ്പം ഉള്ളതായി കാണുന്നുണ്ട്. എന്ത് മെസ്സേജാണ് പ്രപഞ്ചശക്തി നൽകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ പ്രപഞ്ചവുമായിട്ടോ സാമ്പത്തികപരമായിട്ടോ എന്തെങ്കിലും സ്ട്രഗിൾ നിങ്ങളിപ്പോൾ ഫേസ് ചെയ്യുന്നെങ്കിൽ അതിനോട് ഹോപ്പൺ അപ്പോൺ പറയുക. ഓക്കെ, ഇപ്പം എന്താണോ നിങ്ങൾ വിഷമിക്കുന്നത്, ഇപ്പോൾ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നിങ്ങൾ വിഷമിക്കുന്നതെങ്കിൽ, ഒരു വ്യക്തി നമ്മളെ നിരന്തരമായിട്ട് നമ്മളെ വേദനിപ്പിക്കുന്ന സിറ്റുവേഷൻ ഇടുന്നെങ്കിൽ ആ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവന്നിട്ട് നിങ്ങൾ സോറി പറയുക, ഹോപ്പണപ്പോൾ പറയുക, എന്നോട് ക്ഷമിക്കുക, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ സോറി പറയുക. അതുപോലെ പൈസയുടെ പ്രശ്നമാണെങ്കിൽ നിങ്ങൾ പൈസേനെ കുറ്റം പറയുന്ന, എനിക്ക് അങ്ങനെയൊക്കെ കുറ്റം പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ, അപ്പം അത് നിങ്ങൾ സോറി പറയുക. സോറി, ഫോർഗീവ് മീ. എൻ്റെ കഴിവുകളിലേക്ക് ഞാൻ വിശ്വസിക്കുന്നതിന് പകരം ഞാൻ വെറുതെ പണത്തെ കുറ്റം പറഞ്ഞു. പണം ചെയ്ത നന്മകളെ ഒന്നും ഞാൻ ഇതുവരെ എത്തി നിൽക്കുന്നതും പണത്തിൻ്റെ സ്വാധീനത്തിൽ തന്നെയാണ്. പണമില്ലായിരുന്നെങ്കിൽ ഞാൻ ഇത്രത്തോളം എത്തില്ലായിരുന്നു. എനിക്ക് ആഹാരം കഴിക്കുവാനും കുടിക്കുവാനും വസ്ത്രത്തിനും ഒക്കെ പണം സഹായിച്ചു. അപ്പോൾ ആ ഒരു പണവുമായി ബന്ധപ്പെട്ട് സോറി പറയുക. ഞാൻ എന്തെങ്കിലും വാക്കുകൾ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, ജോലി സംബന്ധമായിട്ടാണെങ്കിലും